കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ വലിയ ഒരു സംസാര വിഷയമാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്ന സൂംബ ഡാൻസ്. എന്താണ് സൂംബ ഡാൻസ്? 1990കളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ നൃത്തശില്പിയും ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുമായ ബെറ്റോ പെരസ് സൂംബ എന്ന പ്രത്യേകമായ ഒരു ഡാൻസ് ശൈലി അവതരിപ്പിച്ചു. ലാറ്റിൻ അമേരിക്കൻ സംഗീതവും നൃത്തശൈലികളും ചേർത്ത് വ്യായാമത്തെ ഒരു ആഘോഷമാക്കി മാറ്റുന്നതാണ് സൂംബയുടെ സവിശേഷത. കാണികളുടെ നയനങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന നൃത്ത ചുവടുകൾക്ക് പകരമായി സ്വശരീരത്തിനും മനസ്സിനും ആനന്ദം പകരുന്ന ശാരീരിക അഭ്യസനമായാണ് സൂംബയെ പരിചയപ്പെടുത്തുന്നത്. സൂംബ എന്ന സ്പാനിഷ് ചുവയുള്ള വാക്കിന്റെ അർത്ഥം ടു മൂവ് ഫാസ്റ്റ് ആൻഡ് ഹാവ് ഫൺ, വേഗത്തിൽ ചലിക്കൂ, ആസ്വദിക്കൂ എന്നാണ് സൂംബ ജനത്തോട് പറയുന്നത്. സ്ട്രെസ് കുറയ്ക്കുവാനും മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും സാമൂഹ്യ ബന്ധം ദൃഢമാക്കുവാനും അക്രമവാസന ലഘൂകരിക്കുവാനും സൂംബ പരിശീലനത്തോടെ സാധിക്കുമെന്നാണ് സൂംബയുടെ ചീഫ് ക്രിയേറ്റർ ബെറ്റോ പെരസ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസിന്റെ പഠനത്തിൽ ഏതാണ്ട് 369 കലോറി ഊർജം എരിച്ചു കളയുവാൻ ഒരു തവണത്തെ സൂംബ പരിശീലനത്തോടെ സാധിക്കും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഭാരതീയ പാരമ്പര്യത്തിലെ യോഗ പരിശീലനത്തിന്റെ ലാറ്റിൻ അമേരിക്കൻ പതിപ്പാണ് സൂംബ. മടുപ്പ് ബാധിക്കാതെ ആസ്വദിച്ച് ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സൂംബയിലൂടെ സാധിക്കുമെന്നാണ് ബെറ്റോ പെരസ് അവകാശപ്പെടുന്നത്. അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് സൂംബയുടെ പരിശീലനമായി പോകുകയും അനേകം ജനങ്ങളെ യോഗയിലൂടെ ശാരീരിക ക്ഷമത വീണ്ടെടുക്കുവാനും മാനസികാരോഗ്യം നിലനിർത്തുവാനും അവരുടെ മാനസിക പിരിമുറുക്കത്തെ ലഘൂകരിക്കുവാനുമായിട്ട് സൂംബയുടെ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നുവെന്നുള്ളത് നിശ്ചയമായും ഈ ലോകത്തിന് അഭിമാനം പകരുന്നത് ആണ്. സിന്തറ്റിക് ലഹരിയും വ്യവസ്ഥാപിതമല്ലാത്ത കൂട്ടുകെട്ടുകളും വഴിതെറ്റിയ ജീവിത ശൈലികളും ഒക്കെ കേരളീയ സംസ്കാരത്തെ കാർന്നു തിന്നുന്ന അവസരത്തിൽ സൂംബയുടെ പരിശീലനത്തോടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുവാനും ആഘോഷത്തോടെ എല്ലാവരും ആരോഗ്യത്തിലേക്ക് നടന്നെടുക്കുവാനും പോകുന്ന ഒരു കാലം സമാഗതമാകട്ടെ. അതൊരു വലിയ ചരിത്രമായി മാറട്ടെ എന്ന വലിയ ആഹ്വാനത്തോടെ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ എല്ലാ നല്ല അനുവാചകർക്കും നന്ദി, നമസ്കാരം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.